ഈ ഷിരൂർ ദൗത്യം എന്നുള്ളത് വളരെ വൈകാരികമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുടക്കം മുതൽ തന്നെ അതായത് അർജുനെ തേടി ഈ ഭൂമിയിൽ കാത്തു നിന്നിരുന്ന ബന്ധുക്കൾ, അങ്ങനെ ഒരുപാട് ഓർമ്മകൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഏതായാലും അതിൻ്റെ ഒടുവിൽ ഓർമ്മയാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ലോറി. അർജുൻ്റെ അവസാന യാത്ര ഈ ലോറിക്കുള്ളിലായിരുന്നു. ഈ ക്യാബിനിൽ ഉള്ളിൽ കിടന്നായിരുന്നു അർജുൻ ഉറങ്ങിയിരുന്നത്. അതിനിടയിൽ മുകളിൽ നിന്ന് മല പൊട്ടി വീണ്, മണ്ണ് ഇടിഞ്ഞു വീണ് അർജുൻ താഴേക്ക് ലോറിയോട് കൂടി താഴേക്ക് പതിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഒരാളുടെ അവസാന യാത്ര എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് വളരെ ആയിട്ടുള്ള ഒരുപാട് ടച്ചിങ് ആയിട്ടുള്ള ഓർമ്മകൾ അതിന് ഉള്ളിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലൊന്ന് തന്നെയാണ് ഇപ്പോൾ നേരത്തെ മോത്തി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. അതായത് ഏറ്റവും പ്രധാനം, അർജുൻ ഈ വാഹനത്തിനുള്ളിൽ എപ്പോഴും ഒരു ലോറിയുടെ കളിപ്പാട്ടം കരുതി വയ്ക്കാറുണ്ടായിരുന്നു. അത് അർജുൻ്റെ കുഞ്ഞിൻ്റെ കളിപ്പാട്ടമാണ്. ആ കളിപ്പാട്ടം കുഞ്ഞെപ്പോഴും കൂടെയുണ്ട്. ദൂരയാത്രകളിലേക്ക് കുഞ്ഞ് കൂടെയുണ്ട്. പലപ്പോഴും ഈ ലോറിയുമായി പോകുമ്പോൾ ദിവസങ്ങളോളം ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. ആ കുഞ്ഞിനെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വെച്ചിരുന്നൊരു കളിപ്പാട്ടം, അത് ഇന്ന് ഈ ക്യാബിൻ വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്തപ്പോൾ ലഭിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് അന്ന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ. അതുപോലെ ഇതാ നോക്കൂ, ലോറിയുടെ സ്റ്റിയറിംഗ് അത് ഇവിടെ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഈ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഭാഗത്ത് നിന്നാണ് ഇന്ന് രാവിലെ ഒരു അസ്ഥിയുടെ ഭാഗം, കൈയിൻ്റെ അസ്ഥിയുടെ ഭാഗം ലഭിച്ചത് ഈ ഭാഗത്ത് നിന്നാണ്. ഇതോടൊപ്പം തന്നെ അതിനുള്ളിൽ നിന്ന് അർജുൻ ഉപയോഗിച്ചിരുന്ന 2 മൊബൈൽ ഫോണുകൾ കിട്ടി, വാച്ച് കിട്ടി. അങ്ങനെ ഒരു മനുഷ്യൻ ജീവൻ വെടിഞ്ഞു പോകുമ്പോൾ എന്തൊക്കെ ബാക്കി വയ്ക്കുന്നോ അങ്ങനെയുള്ള ഒരുപാട് ശേഷിപ്പുകൾ ഇന്ന് ഈ ക്യാബിനിൽ ഉള്ളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം തിരികെ കൊണ്ടുപോകേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇനി മറ്റ് നടപടികളാണ് വേണ്ടത്. ഇനിയിപ്പോൾ അടുത്തൊരു നടപടി എന്നുള്ളത് എന്താ ശരിക്കും? അടുത്തത് ഈ വണ്ടി ഇവിടുന്ന് റിമൂവ് ചെയ്യേണ്ടി വരും. ഇതെങ്ങോട്ട് കൊണ്ടുപോയി വെക്കും എന്നുള്ളതാണ്. പിന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ല, അതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്. മുബിൻ്റെതാണ്. ഏത് ലോറിൻ്റെ കാര്യം, ലോറി ഏത് പാതാളത്തിലായാലും എടുക്കുക എന്നുള്ളത് എൻ്റെ ജോലിയാണ്. ഇനി ഇത് ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് മുബി തീരുമാനിക്കട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഇവിടെ വെക്കണം. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. എല്ലാവരും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒരാൾക്ക്, ഒരു മനുഷ്യജീവന്, അവൻ ഡ്രൈവർ ആയിക്കോട്ടെ, അവൻ മിനിസ്റ്റർ ആയിക്കോട്ടെ, ഓനക്ക് എന്ത് വില ഉണ്ട് സമൂഹത്തിൽ, ആ വിലൻ്റെ പ്രതീകമാണിത്. ഓനൊരു ഡ്രൈവറാണോ എന്നല്ലേ ഇവർ ചോദിച്ചത്. ഒരു ഡ്രൈവറിന് വേണ്ടിയിട്ടാണോ ഇത് എന്ന് ആദ്യം തൊട്ട് കേട്ടിരുന്നൊരു ചോദ്യമാണോ അല്ലേ? ഡ്രൈവറിനും വേണ്ടിയിട്ടാണോ ഇത് എന്ന് പോലും സംശയിച്ചു പോയിരുന്നു. അതായത് ഞാൻ ചില സമയത്ത് ആലോചിക്കൂ, ഞാനൊരു പാരാമീറ്റർ വെച്ചിരിക്കുന്നു. ഞാനും വേറെ ചില ആളുകളെ കാണുന്നവരും തമ്മിലുള്ള പാരാമീറ്റർ. അപ്പം ഞാൻ സമാധാനിക്കും, ഞാൻ ഓലെക്കാട്ടി എത്രയോ മേലാണ്. സത്യം, പണത്തെക്കാട്ടും വലുത് പലതുണ്ട്. ഒരുപാട് അർജുൻ്റെ ഓർമ്മയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടിയിരുന്നല്ലോ. തീർച്ചയായിട്ടും ഭയങ്കര എങ്ങനെ കൊണ്ടെടുക്കണ അറിയോ? മലയാളിമാർക്ക് പോലും പെർമിഷൻ ഇല്ല ഇതിൻ്റെ ഉള്ളിലേക്ക്. ചെരുപ്പ് ചളി ഉണ്ടെങ്കിൽ കയറണമെങ്കിൽ ഒക്കെ നിബന്ധന ഉള്ള മനുഷ്യനാണ്. ഇവിടെ വരെ ഈ സ്റ്റെപ്പുമ്മൽ വരെ പുല്ല്, ആർട്ടിഫിഷ്യൽ പുല്ലാ. പ്രാന്തം എന്നൊക്കെ പണിയുന്ന ഞാൻ പറയല്ലോ. അതിന് ഓർക്ക് ഇത് ജീവനാ. മുബിക്ക് ആയിക്കോട്ടെ, നമ്മളെ കുറേ ഡ്രൈവർമാരുണ്ട്. എല്ലാത്തിനും ഈ വണ്ടി പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. എനിക്ക് അങ്ങനെ ഒരു ജീവന് വണ്ടിനോട് എനിക്ക് ഒരു ക്രേസ് തോന്നിയിട്ടില്ല. പിന്നെ അനിയൻ്റെ ക്രേസിൽ അങ്ങനെ ഉണ്ടല്ലോ, കൂടി കൊടുക്കാന്നുള്ളത്. ചെറിയ ആളല്ലേ അവന്. അപ്പോൾ നമ്മളെ ഫാദർ കുറേ ചെറുപ്പത്തിൽ മരിച്ചതിനോണ്ട് ഓൻ്റെ സന്തോഷത്തിൽ കൂടി കൊടുക്കും. ഇതൊക്കെ ഈ സ്റ്റിക്കർ ചെയ്തതിനൊക്കെ ഞാൻ ചീത്ത പറഞ്ഞ അത് എഴുതിയത് സ്ട്രോങ് എന്നാ. ഈ സ്ട്രോങ് എന്ന് പറഞ്ഞ സ്റ്റിക്കറാണ് ഞാൻ ചീത്ത പറഞ്ഞ സ്റ്റിക്കറാണ്. വെറും മേലെ ഉണ്ടായിരുന്നത് ഈ ടയറും ഈ ഇതും മാത്രമേ ഉള്ളതിന് മണ്ണിൻ്റെ മേലെ ഉള്ളത്. ഈ സ്ട്രോങ് സ്റ്റിക്കറാണല്ലോ സ്കൂബ ഡൈവേഴ്സിന് ടോർച്ചിൽ ആ ഇത് റിഫ്ലക്ഷൻ കിട്ടിയത്. അങ്ങനെ ആ വണ്ടി കണ്ടുപിടിച്ചത്.
ഞാനിത് ചീത്ത പറഞ്ഞ കേസ്, അങ്ങനത്തെ സ്റ്റിക്കർ ഒട്ടിച്ച് പൈസ ചിലവാക്കാനായിട്ട്. ഇനിയൊരു സ്ഥലവും ഇല്ല ഈ വണ്ടിക്ക് സ്റ്റിക്കർ ഒട്ടിക്കാൻ. ഈ വണ്ടിക്ക് എന്നല്ല, നമ്മളെ വണ്ടികൾ വരുന്നത് കണ്ടാൽ മതി. പുതിയ വണ്ടികൾക്ക് നമുക്ക് ഒരു പഴയ വണ്ടിയുണ്ട്, പക്ഷെ അത് ആ ചീത്ത പറഞ്ഞത് അല്ല, അത് അവിടെ നിന്നോട്ടെ പറഞ്ഞ്, അത് അവിടെ നിന്നതിനോണ്ടാണ് ഈ വണ്ടി കണ്ടുപിടിച്ചത്. അല്ലാതെ ഈ വണ്ടി നിന്ന ഭാഗത്ത് കൂടി ഒരു 50,000 പ്രാവശ്യം റെസ്ക്യൂ ടീം, നേവി ആയിക്കോട്ടെ, ഈശ്വർ മൽപ്പ ആയിക്കോട്ടെ, പല ആളുകളും അയിലും പോയത് ഞാൻ കണ്ട, ഒരു 50,000 പ്രാവശ്യം. പക്ഷെ കണ്ടില്ലേനു. എന്തോ ഭാഗ്യത്തിന് സ്കൂബ ഡൈവേഴ്സിൻ്റെ ടോർച്ച് ആ സ്റ്റിക്കർ റിഫ്ലക്റ്റ് ചെയ്തതാണ് ഇതിൻ്റെ വൈത്തിരിവ്. ഇനി ഞാൻ വണ്ടിക്ക് സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ ചീത്ത അറിയില്ല. ഓക്കെ, ഏതായാലും മനാഫിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ മനാഫിൻ്റെ വാക്കുകൾ വളരെ വൈകാരികം തന്നെയാണ്. ഉള്ളിൽ തട്ടി തന്നെയാണ് അദ്ദേഹം പലപ്പോഴും സംസാരിക്കുന്നത്. അത് തന്നെയാണ് ആളുകളെ കൂടി അതിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യുന്നത്. അതായത് ചെറിയ ഒരു കാര്യം പോലും അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഓർമ്മ ഒക്കെ ഉണ്ട്. ഏതായാലും അങ്ങനെ ഉള്ള ഒരു വണ്ടി ഉടമ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ജീവനക്കാരന് വേണ്ടി ഇങ്ങനെ നിന്ന് അതിന് പിന്നാലെ വിടാതെ പിടിച്ചു നിന്നതിൻ്റെ ഫലമാണ് ഈ ലോറി ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് എത്തിയത്. ഏതായാലും അർജുൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെ മോത്തി സൂചിപ്പിച്ച പോലെ തന്നെ പക്ഷേ ഒരുപാട് ഓർമ്മകൾ ഈ ലോറിക്കുള്ളിൽ, ഈ ക്യാബിനുള്ളിൽ ശേഷിച്ചിട്ടുണ്ട്. അതെല്ലാം ആ കുടുംബത്തിന് വരും നാളുകളിൽ ഒരു താങ്ങാവട്ടെ, ഒരു തണലാവട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ ദുരന്ത ഭൂമിയിൽ നിന്നുകൊണ്ട് പറയാനാവും.